Next month I am coming to Kerala. क्या बना के खिला? എന്തുണ്ടാക്കി കൊടുക്കുമെന്ന് കഴിപ്പിക്കാൻ. ശിഖ. ഏത് ശിഖ? എടേ നമ്മളെ ശിഖല്ലേ അല്ല എന്റെ ഷഡ്ഡി ഡാൻസ് ഉണ്ട്. എടാ കേരളത്തിലേക്ക് വരുന്നാ? കേരളത്തിൽ ശരിക്കും ഒന്ന് മെസ്സിയാ. കേരളത്തിലേക്ക് വരുമ്പോ വല്ല നട്ടാനല്ലോ. എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കടാ. ഒരു ഭാര്യയും മോളും ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, ഓർക്കണം, മറക്കല്ലേ. ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ ഭക്ഷണം കൊടുക്കണ ഇപ്പൊ എന്താണ്? വിളി അല്ല ശരിക്കും ഉള്ളതെന്ന് പറയണ്ടേ? കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്കല്ല ആദ്യം വരേണ്ടത്. ചുറ്റി കാണിച്ചു കൊടുക്കാം മൊത്തം. നീ കാണിച്ചു കൊടുക്കണം, നമ്മള് കാണിച്ചു ഒരു കൊടുക്കണം. കാർന്നവരായിട്ട് നീ കാണിച്ചു കൊടുത്തോളാം. കൊണ്ടുപോയിട്ട് ഫൈൻ അടിച്ച ഓർമ്മ ഉണ്ട് ഇടാ. മറ്റേ ലിയനെയും കൊണ്ടുപോയിട്ട് 3 പേർക്കായിട്ട് പോടാ. ബൈക്കിലോ? അല്ല കാറില്. ആ കാറില്. ശിഖ ചൗധരിയോ? അയ്യേ ചൗധരി എന്നാ ഇവിടെ പേര്. ഇവിടെ തന്നെ നിഹാദ് ജീന്നല്ലേ വിളിക്കല്. നിയാദ് ജിയാ? അയ്യേ എന്നോട് ചോദിച്ചു മറ്റേ കോപ്പറേറ്റ് ഉണ്ടാന്ന് വെച്ചാൽ എന്റെ സോങ് റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് പറഞ്ഞു ഓട്ടോമാറ്റിക് കണ്ടത്. അപ്പോൾ പറയാം ഓമോ നിഹാദ് ജി ഇറ്റ്സ് ഓക്കെ. അതുകൊണ്ട് നിന്നെ ഇതാക്കൂല. എന്നെ നീയുമായിട്ട് അത്ര കണക്ഷൻ വരൂല. കാരണം ജീന്ന് വിളിക്കുന്നത് മാഷിനെ. മാതാജി പിതാജി. എടാ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഒറ്റ സെക്കൻഡ് പോലീസുകാര് അവിടെ ജീന്നാണ് ഒറ്റ സെക്കൻഡ്. സാറെന്ന് വിളിക്കുന്നത്. ആ അതെ ഒരു പ്രായമുള്ള ആളാ. ഗുരു വന്നടാ. പ്രായമുള്ള ആളാ. മുട്ടമണി ശബ്ദം പാടില്ല, 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 മുട്ടമണി ശബ്ദം പാടില്ല. മുട്ടമണി ശബ്ദം പറ്റൂല. പോരെ നിനക്കുള്ള സാധനം ഇതാ പിടിച്ചോ. നിനക്കുള്ള സാധനം ഇതാ. സായിപ്പ് പറയും നിനക്കുള്ള റിപ്ലൈ ഇതാ പിടിച്ചോ. എടുത്തു. ഇതെന്താ വേണ്ട സമയത്ത് ആയും ചെയ്യില്ല. ഓള് എടുക്കുന്നില്ലല്ലോ. എടുത്തു സായിപ്പ്. അടുക്ക്. അയ്യോ സ്വിച്ചിന്റെ പ്രശ്നമുണ്ട് കേട്ടോ. ഇതിന് സ്വിച്ചിന്റെ പ്രശ്നമുണ്ട്. നീ എന്താ പ്ലീസ് ടേക്ക് കോൾ. കോൾ എടുക്കാൻ നിന്റെ ഈ നിന്റെ കോൾ എടുക്കാൻ പറയണ്ടേ? അയ്യോ ഗ്ലിച്ച് ഇക്കാക്ക ഗ്ലിച്ച് ചെയ്ത് അങ്ങനെ ഓളിക്കാക്കൻ അങ്ങനെ വിളിക്കല്. ഗ്ലിച്ച് ഷായെന്ന് പറഞ്ഞാൽ ചെലപ്പോ ഗ്ലിച്ച് ആയിരിക്കുമെന്ന്. ആ ഇവളെ ഫോളോ ചെയ്താല് ഫോളോയിങ് ആണ്. നീ കോളാക്ക്. നീ അതെ ഒരു 5-6 പ്രാവശ്യം വിളിക്കണം പെമ്പിള്ളേരാകുമ്പോ. അല്ലാണ്ട് അങ്ങനെ ഒറ്റ ഇതിലൊന്നും അവരുടെ അല്ല. ഓള് പറഞ്ഞ ഗ്ലിച്ചാണ് എടുക്കാൻ പറ്റുന്നത്. എന്തോ ബഗ്ഗായതാണ്. ലീഡറോ എടാ GTA ഞാൻ കേറിയാ പിന്നെ ഞാൻ ഫുൾ അതിൽ അഡിക്റ്റ് ആവും. മനസ്സിലാവും. അപ്പൊ ഇപ്പൊ കേറുന്നതിന് ഒരു ഡിലേ ഉണ്ട്. ഓക്കെ കേറി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫുൾ ടൈം എല്ലാ ദിവസവും GTA ആയിപ്പോവും. അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കളിക്കാടാ പ്ലീസടാ. അല്ലെങ്കിൽ 2 ദിവസം കൂടി. ഓക്കെ ലീഡറിനൊന്നും പറയല്ലേ ഞാൻ ആടാ. എടാ ലീഡറിന് ഒരു എൻട്രി ഉണ്ട്. അത് നിങ്ങള് ഇപ്പൊ ഒന്നും പറയുന്നില്ല. അത് കണ്ടോ അല്ല പറഞ്ഞു കൊടുക്ക്. ഹൈപ്പ് കൊടുക്ക്. ലീഡർ നീ അതിന് കേറണ്ട. നീ കേറുന്ന പോലെ ഞങ്ങൾക്ക് ഒരു ഉറപ്പും തോന്നില്ല. ഇവളെ എടുക്കുന്നൊന്നുമില്ല. അല്ല ഗ്ലിച്ച സ്വിച്ച് ഓഫ് ആക്കിട്ട് ഓണാക്കാൻ പോയിട്ടാ. ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഓൺലൈനിലുണ്ടല്ലോ. അങ്ങോട്ട് പോയട്ടെ. ഇതെന്താ മതില? ഇപ്പൊ ഇന്നേരെ കണ്ടിട്ടില്ല. എടാ ഒന്ന് പോയാട്ടാ. എന്താ ലീഡർ ഇവിടെ? ലീഡർ കേറിയിട്ട് എല്ലാം ആയിക്കഴിഞ്ഞാൽ ലീഡർ എന്ന് പറ. അല്ലാണ്ട് കേറാണ്ട് എങ്ങനെ കേറിയ എന്തായാലും എല്ലാം ആവൂലല്ലോ. കാരണം ആടെ ഒരു സംഭവം നമ്മള് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അല്ലേ? കൊടുക്കടാ. ചുമ്മാ ഇടയ്ക്കിടക്ക് എന്നാ ഞാൻ ഇപ്പൊ കൊടുക്കാം. ചുമ്മാ അങ്ങനെ വരുകയും ചെയ്യില്ല. വന്നാ അതൊരു W ഇതായിരിക്കും. അത് നിങ്ങള് കണ്ടോ എപ്പാന്ന്? നിങ്ങക്ക് ഇത്ര ഇതാ എന്റെ മാക്സിമം. ഹലോ ബ്രദർ 74.99 AD സൂപ്പർ ചാറ്റ്. ഇത് ആരേത്? അങ്കൂർ സബ്ഗുരു. ഇത് മറ്റോനാണോ? ഷെമീമാതത് സബ്ഗുരു. GTA സബ്ഗുരു ആണോ? വേറെ ആണോ? എന്തോ ഫോട്ടോ പിന്നെ വെച്ചിട്ടോള് ഓപ്ഷൻ നെഹി ആരഹെന്ന് പറയുന്നുണ്ട്. ഇവക്ക് വിളിക്കാനല്ലോ ഓപ്ഷൻ. അപ്ഡേറ്റ് ചെയ്യാൻ പറ. അപ്ഡേറ്റ് ഒന്നുമാണ്. ഈ മേശ നടക്കൂലേ? ഈ പരിപാടി നടക്കൂലേ? ബാൻ എടുക്കുന്നിട നമ്പർ വാങ്ങുന്ന മോശമല്ലേ? നമ്പർ നമ്പർ ചോദിക്കണ്ട. നീ ഫേസ് ടൈം ടൈപ്പ് ചെയ്യ്. അപ്പോൾ നമ്പർ ഇങ്ങോട്ട് ഫേസ് ടൈം വിളിക്കണമെങ്കിൽ നമ്പർ വേണല്ലോ.
മോശല്ലേ ഇല്ല എടാ നമ്പറെല്ലാം ചോദിക്കണ വേണ്ടല്ലോ വിലവോ അയ്യോ ഫേസ് ടൈം ടൈപ്പ് അങ്ങനെയല്ല ഇതിനൊരു ശാസ്ത്രീയ വശമുണ്ട് നീ എടാ ഞാൻ ആലോചിച്ചിട്ട് ചെയ്യാം ഇപ്പൊ എനിക്ക് നമ്പർ തമാശ ഫേസ് ടൈം ചോദിക്കുന്നോണ്ട് തെറ്റില്ലടാ കേട്ടാ. എന്ത് ടൈമിന്റെ നീ എന്തൊരു വിദ്യാഭ്യാസം ഇല്ലടാ നിനക്ക് പായസം ഇതെന്താ വായിക്കണം സ്പെല്ലിംഗ് അറിയില്ലേ സ്പെല്ലിംഗ് അറിയില്ലേ ഫേസ് ടൈം എന്തൊരു മൊണ്ണേത് എടാ ഇല്ലടാ നമ്പർ ചോദിക്കുന്നത് മോശം ഒരു മോശമല്ലേ ഞാൻ വാട്സപ്പ് ഉണ്ടാന്ന് വരും വാട്സപ്പ് ഇണ്ടാന്ന് വെക്കുന്നത് നമ്പർ ചോദിക്കുന്നത് ഒരുപോലെ അല്ല മോനെ കണ്ട ചാറ്റ് മൊത്തം നോ 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 എന്നാ പറയുന്നത് എല്ലാവരും ഫേസ് ടൈം എന്ന് പറയണതാ ഓക്കെ സ്ക്രീൻ ഹൈഡ് ഫേസ് ടൈം സിഇ ടൈപ്പ് ഹൈഡ് ഒരുത്തൻ പറഞ്ഞു എടാ ഇത് സ്ക്രീൻ കാണിക്കാൻ പറ്റില്ല ഓളെ എന്നോട് സ്ക്രീൻ ഹൈഡ് ആക്കാൻ പറഞ്ഞു എന്തിനാന്ന് അറിയില്ല നോക്കട്ടെ അതെന്തിന് അല്ല ജസ്റ്റ് സ്ക്രീൻ ഹൈഡ് ചെയ്യുന്ന എടാ ഇപ്പൊ പോയിക്കോടാ. ഒരു മിനിറ്റ് ഇത് കോപ്പി ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യട്ടെ അല്ല ഞാൻ പഠിച്ചു കളഞ്ഞോ ലാസ്റ്റത്തെ മൂന്നെണ്ണം പറഞ്ഞു അതിപ്പോ നമ്പർ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്തേ നമ്പർ ഇല്ലാന്നോന്ന് അറിയാൻ വേണ്ടിട്ടാ ഉള്ള നമ്പർ ആണോന്ന് അറിയണ്ട നിന്നെ പറ്റിക്കെങ്കിലോ നിന്നെ പല ആൾക്കാർ പറ്റിക്കല്ലോ നീ നമ്പർ ഇതാക്കിയാ നമ്പർ ഒന്നും ആക്കിയിട്ടില്ല ഒന്നും ഇത് കിട്ടുന്നില്ല ഒരു നമ്പറും കൂടി വേണം ലാസ്റ്റത്തെ നമ്പർ എത്രയാണ് 2 പോടാ ആധാർ നമ്പർ അടക്കം എന്റെ തലയിലുണ്ട്. ആധാർ നമ്പർ അടക്കം അത്ര ഇതായിട്ട് തലയിലുണ്ട്. ആ അത് ഒന്ന് ലാസ്റ്റത്തെ നമ്പർ വേണം അത് 2 അല്ലേ പക്ഷേ എൻ്റെ 8 നമ്പറേ കാണുന്നുള്ളൂ മൊത്തം 9 അല്ലേ ഇതാരാന്ന് ഞാൻ അടിച്ചു തരാം ഞാൻ അടിച്ചു തരാം അതാ അതിൽ ഒരു നമ്പർ മിസ്സിങ്ങാ എടാ നിങ്ങള് കുറച്ചമ്മ ലൈവ് ചെയ്യട്ടാ ഏത് അങ്കും തിരക്കുണ്ട് മാറ് പോയട്ടെ ഇപ്പൊ എങ്ങനെ എത്തിയത് നമ്മള്? എന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല എടാ അപ്പൊ ഓക്കെ എന്ത് ഇരിക്ക് ഞാൻ പോയിട്ട് വരാം. നിങ്ങള് കുറച്ചമ്മ ലൈവ് ചെയ്യ്. എടാ, live ചെയ്യടാ. ഏത് അങ്കപ്പ പെണ്ണ് വേണ്ടേ എടാ, നീ ഒരു നിങ്ങൾ പെണ്ണ് എല്ലാവരും live ചെയ്യാൻ പറഞ്ഞത് നിന്നെ ഇതാക്കുന്ന ഏത്? ആര്? ഒരു എല്ലാവരും live ചെയ്യാൻ ഒരു പെണ്ണ് കിട്ടുമ്പോ ഇങ്ങനത്തെ പരിപാടി വേറെ കാര്യം important കാര്യം വ്യൂവേഴ്സിനോട് കുറച്ച് റെസ്പെക്ട് വ്യൂവേഴ്സിനോട് വ്യൂവേഴ്സിനോട് കുറച്ച് റെസ്പെക്ട് ഉണ്ട് അതാ ബോട്ടാ ബോട്ട് ബോട്ട് എന്ന് പറയുന്നത് ആ നീ ബോട്ടാന്നായിരിക്കും പബ്ജി പണ്ടത്തെ പബ്ജി വീഡിയോ കണ്ടിട്ടുണ്ട് എനിക്കറിയാലോ. അല്ല എന്നെന്ത് മിസ്സാ എന്നെന്ത് കാണാണ്ടിരിക്കാനാ ഞാൻ തിരികെ ഹായ് ശിഖ ഹായ് ഇഷിക ഹലോ ആർ യു കമ്മിങ് ടു കേരള വേർ കൊച്ചി കം ഞാൻ ചോദിക്കും വെയിറ്റിംഗ് ഫോർ യു when are you coming കം ഫാസ്റ്റ് 22. 22 I am not here but you are here. why are da ഓടിപ്പിക്കല്ലേ ബ്രാ ഇതിനെ കുറിച്ച് പുറത്താക്കിയ പോയി no sorry എടാ ഒന്ന് സമാധാനമാണ് ഒന്നും സ്ക്രീൻ കാണുന്നില്ല കാണുന്നുണ്ടോ 1 second sorry really sorry ശിഖ എനിക്ക് എല്ലാത്തിനും ഞാൻ കൊല്ലും മാത്രം എല്ലാത്തിനും ഞാൻ അങ്ക് ഒരു ചോദ്യം അവളോട് ചോദിക്കാനുള്ളൂ അങ്ക് ഒരു ചോദ്യം ചോദിക്കണ്ട അത് ചോദിച്ചിട്ട് ഫുൾ ടൈം ഒരു ലൈഫ് ടൈം മൊത്തം നീ എടുത്തോ ഞാനടാ ഇന്റർവ്യൂ ഹലോ Time ശിഖ actually why are you coming to കേരള ഇതാ ഹസ്പാക്ക് വെറും ഓവർ ഷമീർ സ്പീക്ക് घूमने आ रहा है अच्छा आप घूमने means करगा में हां करगा में रहे oh okay so we will show you around in Kerala मुझे केरला का हर जगह मालूम है मैं आपको लेके जाऊंगा he is such a he has wife he has wife and तो one आपको kid डरने का Three कोई kids. बात नहीं है मैं आपको संभाल के पूरा केरला दिखाऊंगा സാമ്പാറൊന്നും നോക്കാൻ ആവശ്യമില്ല നീ एग्जैक्टली ഓവറാക്കണ്ട. मूनार वायनाड आलप्पी बैकवाटर एरिया पूरा जगह पे मैं लेके जाऊंगा इतना मेरे रिस्पांसिबिलिटी है मेरा जिम्मेवारी है खाना भी खिलाना, ठीक है? हाँ जी क्या खिलाना क्या है क्या खाना भी खिलाना। हाँ आपको साउथ इंडियन का थाली हमको पसंद तो है कांचेरा क्या वाला। वेजिटेरियन और नॉन वेजिटेरियन ഞാനത് आप കൊണ്ടുപോകാം चौधरी है ना आप चौधरी वेजिटेरियन है ना जो ठीक है तो हम केले का पत्ता में आपको खाना हमको पोया। खिलाऊंगा आपका चावल खाने में कोई दिक्कत तो नहीं है ना रोटी ചാവണ്ട നോക്ക് सीरियस आट പറഞ്ഞു
आपको चावल खाने में कोई दिक्कत है क्या? Ishika, hear me. This guy has one wife and one kid. Okay. No problem. His wife will kill you if you talk to him. അയ്യോ അങ്ങനെയൊന്നുമില്ല. So leave him and talk to me. Okay. So you are coming to Kerala on 22nd, right? 22nd I will be on. Yeah, maybe I will be in Kochi. Are you coming to Kochi or which place are you coming? अभी सोचना है, थोड़ा सा रिसर्च कर रही हूँ कहाँ कहाँ जा सकते हैं। कितने दिन का ट्रिप है? 7-8 7-8 7-8 days। How many people are coming? 2. Who is the other one? मैं और मेरी फ्रेंड। Your boyfriend? नो No. Okay. मेरी बेस्ट फ्रेंड, फीमेल फ्रेंड। नाम क्या है उसका? स्ट्रीमर है वो? श्रेया। नहीं ठीक है മുത്തേ പുളിക്ക് 2 ഹിന്ദി പെമ്പിള്ളേർ വരുന്നുണ്ട്. പുളിക്കണം 22-ാം തീയതി. എടാ മറ്റേ ഇതെല്ലാം ഒഴിവാക്കി. കോൺസെർട്ട് എല്ലാം ക്യാൻസൽ ചെയ്തോട്ടോ. I will be free on 22nd. Okay, don't worry. Me too. ഞാൻ എന്താക്കി? You don't play PUBG nowadays? बोरिंग क्यों बोरिंग? PUBG अच्छा है. पबजी अच्छा है। You play GTA? खेलना नहीं आता मुझे इतने गेम्स अभी। हाँ मैं भी ऐसा है. आप GTA में आ जाओ. मेरे को भी GTA आता नहीं. GTA में आ जाओ, ठीक है। GTA में आ जाओ. हम ये सब GTA, ये बुड्ढा भी GTA में है. बुड्ढा नहीं यार, बुड्ढा होने वाला है लेकिन अभी तक बुड्ढा नहीं हुआ है. अच्छा मुझे देख करके बुड्ढा लग रहा है क्या? नहीं, हाँ इसको समझा दो. आप तो अभी जवान हैं। ये देखो, ये जवान का रिजल्ट है. ये देखो, ये केरला का फैमिली पैक है. ये 200 किलो है. ये 55 का साल है. 55 का साला. ये बाढ़ आ रहा. बाल अच्छे लग रहे हैं आप वैसे। मेरा 50. हाँ बाल अच्छा है. आपको मेरा दूसरा बाल अच्छा नहीं, पहला वाला. ये ज्यादा अच्छा है। हाँ ब्लैक अच्छा है. ब्लॉन्ड अच्छा नहीं. वो भी अच्छा है बट ये ज्यादा अच्छा है। तो मैं यही रखेगा. हाँ। आपके गालों में पप्पी किसने दे दी? आपके गालों में निन्ने कवड़ा तारा उम्मा अंदर. नहीं ये कुरु है. ये प्रेम कुरु मालूम. मुखासो लव वाइट है गाइस। एक्ने. लव बाइट शेमीर. लव वाइट है गाइस। No love bait. I am single. Love bite. No lover. കൊണ്ടത്തര Me single. we are contents. No. This is acne. आपका जगह पे मुगकुरु मालूम. मुगकुरु ने हिंदी मारने उड़के. मुखासो है, इसको जरूरत के मुताबिक इसका मुंह पे मुखासो आया हुआ है. उसका मुंह का तरफ. अरे धीरे का चैनल लग तेटिचे. थोड़ा और दो. तो शबीर ने मुझसे ऐसा क्यों पूछा था? क्या? शबीर क्या पूछा था आपने? ഷമീർ क्या पूछा था എന്ന് ചോദിക്കുന്ന. പൂച്ചില്ലല്ലോ വീട്ടില്. എന്താ ചോദിച്ചേന്ന്? നീ എന്താ ചോദിച്ചേന്ന്? You see me dance ഷഡ്ഡി? ये पूछ रहा है इसका जो शेड्डी डांस आपने देखा है कि नहीं? देखा? ये तो कोमल है. क्या कलर शड्डी है? अब देखा. എടാ പൊട്ടാ അവളോട് ചോദിക്കുന്ന പോലെ ആയില്ലേ ഇതിപ്പോ. ലോള് കണ്ടിന്യൂ അറിയണ്ടേ? വെറുതെ അറിയാമെങ്കിലോ. इसका कहने का मतलब जब उसने जट्टी डांस किया था उस टाइम उसका जट्टी का कलर आपने ध्यान दिया कि नहीं, ये पूछ रहा है. ये क्या ये ब्ला बोल रहे हैं, उसको छोड़ो. और फिर मिलेंगे 22nd मिलेंगे हम. ठीक है? ऑल गुड. अब सी यू. बाय. सी यू. टेक केयर. धन्यवाद. അല്ല പിന്നെ കണ്ടടാ റിസ്. ഇവിടെ വേറെ ഞാൻ വളക്കും പോലെ ഇതിലൊന്നും ഞാൻ ഇതാവൂല. ഒരു മിനിറ്റ്. താരന്റെ ഇൻസ്റ്റാഗ്രാം എന്തായിരുന്നടാ? താരന്റെ ഇൻസ്റ്റാഗ്രാം എന്താ? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. നീ എന്റെ പെണ്ണിനെ ഇതാക്കാൻ നോക്കിയ ഞാൻ നിന്റെ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ ഇതുവരെ ഒന്നും ചെയ്തില്ല. വെറുതെ ഒരു വാറ് വേണ്ട. താര അങ്ങനെ താര ശുക്കൂർ. എന്താ കേട്ടത്? താര ശുക്കൂർ. താര ശുക്കൂർ എന്ന പേരില്ല. വെറും മൂൺലൈറ്റാ? അല്ല മൂൺലൈറ്റ്. ചാറ്റ്. താരന്റെ ഐഡിയ എന്താ? ചാറ്റ്. താരന്റെ ഐഡിയ എന്താ? പറ. അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഇതാണോ താര?
ഷമീറിന്റെ ഫോളോവേഴ്സ് എടുക്കുക. ഏതാണ് താര? ഷമീറിന്റെ ആ followers. ആ ആ ആ ഇല്ല. അതിന്റെ മക്കളെ പേര് പറഞ്ഞുകൊടുക്കടാ. മലയാളി മക്കളെ. മൂൺലൈറ്റ് വിങ്സ്. ജോർജീസ് ബ്രഷ്. മോഹൻലാൽ. മൂൺവാൾക്ക്. മോഹൻലാൽ. മോഹൻലാലിന അല്ലല്ല മൂന്നിന്ന് മാത്രം അടിക്കും. അതെ അതെ അതെ. ഞാൻ പറഞ്ഞില്ലേ താര ലൂണാന്ന്. ഞാൻ ഫോളോ ചെയ്തേക്കാം. ആരാ അതും പോയി. ഞാൻ എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളവരെ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. ഈ ചെക്കത്തരാണ് ഞാൻ ഓളെ ഇതുവരെ മെസ്സേജ് നീ എന്റെ നമ്പറിലും കക്കുന്നുണ്ടല്ലോ നീ. ഏത് നമ്പർ അല്ല അങ്ങനല്ല ഞാൻ വെറുതെ ജസ്റ്റ് താരക്കൊരു മെസ്സേജ് അയക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇടില്ല. നീ അത് എന്തിനാ വെറുതെ അങ്ങനെ അങ്ങനത്തെ അത് നമ്മള് ഇതാ ഇത് കിട്ടോ ലോയാലിറ്റി ചെക്ക് ചെയ്യാലോ. ആ ലോയലാണോ ആ അല്ല അങ്ങനെ മെസ്സേജ് അയക്കട്ടെ. അതൊരു പോയി. എന്താ നിനക്ക് സംശയം ഉണ്ടോ? ഇവനല്ലെങ്കിൽ ചതിക്കപ്പെടരുത്. അതെ 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 അതെ. അപ്പൊ ഒരു ആയ അയക്കട്ടെ. ആർപിയിൽ നടക്കുന്ന കാര്യല്ലേ. നീയല്ലേ റിയൽ ലൈഫിൽ ഇതാന്ന് പറഞ്ഞത്. നീ ഇത് വേറെ തീരുമാനം പറയണോ വേണ്ടയോ? വേണ്ട. അല്ല അങ്ങനെ വേറൊരുത്തന്റെ പെണ്ണിനെ ഇതാക്കുന്നത് ശരിയല്ല. അയച്ചോ പക്ഷെ നീ വേറെ നീ അയച്ചോന്ന് പറഞ്ഞ നീ പറഞ്ഞ പറയുന്നതിന് മുമ്പ് അയച്ചാ എല്ലാം പറഞ്ഞ ഉദ്ദേശം പറ്റൂല. വേറൊരു ഉദ്ദേശം ദുരുദ്ദേശം പറ്റൂല. ദുരുദ്ദേശം എന്താ ആരാന്ന് പറഞ്ഞ എടാ നിന്റെ ഓളെന്ന് പറഞ്ഞ നമ്മളെ ഇല്ല കാരണം ഇത് ഞാൻ ഇതാക്കിയതാ ഇവിടെ വേനെടുത്ത് അതുകൊണ്ട് ഇങ്ങനാക്കിയതാ. ഇല്ല വേറെ ഉദ്ദേശം ഒന്നും ഇല്ല. ഇവിടെ ഇതായിട്ട് ഡ്രൈ ആയിട്ട് ഞാൻ നനച്ചതാ. ചുണ്ട് ഒന്ന് പരിചയപ്പെടാ. ഞാൻ പറയട്ടെ ലോയലാന്നോ നോക്കാൻ എന്തിനാ കോൾ ചെയ്യുന്നത്. കോൾ ചെയ്തിട്ടല്ല നോക്കുന്നത്. ഫേസിൽ അറിയാൻ പറ്റും പെട്ടെന്ന്. അല്ല കോൾ ചെയ്യണോ വേണ്ടോ? അറിയാൻ പറ്റുമല്ലോ പറയും. അത് വേണ്ട. അങ്ങനെയുള്ള പരിപാടി ഒന്നും വേണ്ട. ഇത് ഇവിടെ മതി. ഇവിടെ തീർന്നു. ഇവിടെ എങ്ങനെയാന്ന് കാണാന്? ഇവിടെ ഫോട്ടോ ഉണ്ടോ? ഇല്ല. എന്റെ ലൈവില് വിളിച്ചിട്ടുണ്ട് ഞാൻ. എന്റെ ലൈവില് ഞാൻ കോൾ എങ്ങനെ നോക്കുക? എന്റെ ലൈവില് ഞാൻ കോൾ ചെയ്തിട്ടുണ്ടല്ലോ വീഡിയോ കോള്. എങ്ങനെ നോക്കുക? ഷമീർ കോളിംഗ് താര. എന്റെ ലൈവ് എടുത്ത് നോക്കിയാ പോരെ. അതിന് ഇങ്ങനെ അടിച്ചാലും കിട്ടുമല്ലോ. ഇതാണോ? ഹലോ അവിടെ മുഖം കാണിക്കുന്നില്ല. കാണിക്കുന്നുണ്ട്. സ്കിപ്പ് എത്രാമത്തെ മിനിറ്റിലാ? അതെനിക്ക് അറിയില്ല. എന്താ ഇവിടെ മുഖം കാണിക്കാൻ ഇത്ര ഡിമാൻഡോ? ഇതിലല്ല മറ്റേ വേറെ ഇതിലാ. വേറെ എന്റെ ലൈവ് എടുക്ക്. അല്ല ഇതിലെന്തായാലും ആരെയും കട്ടിങ്സ് ഇട്ടിട്ടുണ്ടോ? ലൈവ് ഒന്ന് തപ്പിയെടുക്കാൻ കൊറേ പാടാണ്. ഇതാണോ? ഇവക്ക് എത്ര വയസ്സ്? 29. നിനക്കെത്ര 24. അപ്പൊ നമുക്കിപ്പോ സമത്തിൽ നിന്ന് പിൻവാങ്ങാം. ഓ ആന്റി ലവറാണല്ലോ അത്. അങ്ങനെ പിന്നെ ഞാനിവിടെ ഗെയിമിൽ പരിചയപ്പെട്ടു. അല്ല നിനക്ക് എത്ര വയസ്സ്? എനിക്ക് 22. അങ്ങനെ ഉറക്കല്ല നീ. ഓക്കെ 22 22. അപ്പൊ 8 വയസ്സ് വ്യത്യാസത്തിന്. എടാ അങ്ങനല്ലടാ. ഞാൻ ഓളെ ഗെയിമിലാ കണ്ടത്. ഗെയിമിലാ പരിചയപ്പെട്ടത്. എല്ലാം ഗെയിമിലാന്ന്. ഞാൻ ഈ അടുത്ത് ഒരാഴ്ച മുമ്പാണ് ഇവിടെ മുഖം കാണുന്നത്. ചാറ്റ് അല്ലല്ല റെസ്പെക്ട് ഡിസ്റെസ്പെക്ട് അങ്ങനല്ല ഞാൻ പറയുന്നത്. ഞാൻ ജസ്റ്റ് ചോദിക്കുന്നതാ. അതായത് ഇവന് 22 വയസ്സ് അല്ല 23 ഓക്കെ 29. അപ്പൊ ഇവന്റെ ആന്റി ആയിട്ട് വരുമല്ലയോ? അപ്പൊ അങ്ങനെ ഒരു അല്ല പ്രശ്നമൊന്നുമില്ല. റെസ്പെക്റ്റിന് കുറവൊന്നുമില്ല. അങ്ങനല്ല ഞാൻ അങ്ങനെ ആരും ജഡ്ജ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ എടാ ചിലപ്പോ ഇവളെ കല്യാണം കഴിഞ്ഞായിരിക്കൂടാ. എനിക്കറിയില്ല. നീ ചോദിച്ചാ? സിന്ദൂരും ഇല്ലല്ലോ. എന്താ എന്റെ ഓളായി ചോദിക്കാൻ. എന്നാലും ഗൈസ് ഞാൻ ചോദിക്കുന്നത് RP ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ RPന്റെ സെൻസിലെടുക്കാം. ഷീസ് മാരീഡ്. കണ്ടോ? ഷീസ് മാരീഡ്. ആര് ഓന്റെ മൂത്താപ്പയും അങ്ങനെ കഴിച്ചിന്. ഷീസ് മാരീഡ്. പരിചയപ്പെടാൻ തിരക്കിന് പരിചയപ്പെടണമെന്നില്ല. ഞാൻ പറഞ്ഞ ഹായ് അൻസന്റി.
അൺസെൻഡ് ചെയ്യാന്ന് തോന്നുന്നു. ഈ അമ്മായി എല്ലാം പിന്നെ സോറിയടാ, അങ്ങനല്ല, നിങ്ങക്ക് അത്ര ഏജ് ഡിഫറൻസ് ഇല്ല, അതാണ് എനിക്കൊരു സംശയം. എന്താ അപ്പൊ നിന്റെ പ്ലാൻ എന്താ? എനിക്കിതല്ലേ കിട്ടുന്നുള്ളൂ. അപ്പൊ നിനക്ക് തന്നെ അറിയാം, ഓൻ തന്നെ പറഞ്ഞു എനിക്ക് ഇതല്ലേ കിട്ടുന്നുള്ളൂ. എല്ലാം അറിയാതെ അമ്മായി എല്ലാ അമ്മായി ഒന്നല്ല, എന്താ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഓളെന്താ നല്ല വേണ്ട. നിങ്ങൾക്കല്ല ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ റിയൽ ഇപ്പൊ പറഞ്ഞത് എനക്കങ്ങനത്തെ കിട്ടുമോ? നിങ്ങള് കളിയാക്കുമ്പോ ഞാൻ എന്താ പറയണ്ടേ? കയ്യും കാലും ഇല്ലാത്തതിന് കിട്ടിയ പോലെ നിങ്ങള് കളിയാക്കുമ്പോ ഞാൻ എന്താ പറയണ്ടേ? അങ്കൂർ സബ്ഗുർ എടാ 184 എടേ ഷമീമ അടുത്ത് ഷമീം തന്നെ 184 നിറം വീഴ വന്നിട്ടുണ്ടെങ്കിൽ ഷമീം തന്നെ, അത് ഷമീം തന്നെ കൺഫേം. നോ ഈഗോ ഷമീം ആണെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ആ ഈഗോ അല്ലാന്ന് മനസ്സിലായടാ, അതിന്റെ ഈ ഇട്ട എമൗണ്ട് കണ്ടപ്പോ മനസ്സിലായി എനിക്ക് ഈഗോ അല്ലാതെ. ഡോണ്ട് കമ്പയർ റിയൽ ലൈഫ് ടു RP ബ്രോ. RPയിലല്ലേ അവരല്ലാണ്ട് റിയലൈസ് തേക്കുന്നവരല്ലോ. അതായത് ഞാൻ ഇവരോട് ഇന്നലെ ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞ് എനിക്ക് റിയൽ ലൈഫിൽ ഇവളോട് പ്രണയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചോദിക്കാൻ കാരണം. കളിക്കുമ്പോ നമുക്ക് റിയൽ ലൈഫിൽ അതിന്റെ കുറച്ച് ഓക്കെ, എനിക്ക് റിയൽ ലൈഫിൽ ആണെങ്കിൽ തന്നെ ബ്രോ ലവ് ഈസ് ലവ്, അത്രേ ഉള്ളൂ. എനിക്ക് വളരെ ഇഷ്ടമാണെങ്കിൽ നീ പ്രണയിക്കുക. അങ്ങനെ ഏജന്റ് ഇതൊന്നും നോക്കണ്ട, നമ്മളീ കളിയാക്കാൻ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയുമോ, അത് നീ നോക്കണ്ട. എനിക്ക് ഇഷ്ടമാണെങ്കിൽ നീ സ്നേഹിക്കുക, എന്താന്ന് വെച്ചാൽ ചെയ്തോ, മനസ്സിലാവും. അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാണ്, കാര്യം പറയാലോ. എന്ന് വെച്ചാൽ സച്ചിനും മറ്റേ ഇവളെല്ലാം തമ്മിൽ കുറെ ഏജ് വ്യത്യാസമില്ല, സച്ചിന്റെ ഭാര്യയും തമ്മില്. അങ്ങനെ ഫാദ് ഫാസിലും നസറിയും തമ്മിലല്ല, അത് അങ്ങനെയല്ല, നേരെ തിരിച്ചാ. പ്രേമത്തിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് കാണണം, പിന്നെ ഞാൻ നിനക്ക് പറഞ്ഞു. അച്ചായനും വൈഫും തമ്മിൽ 15-25 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. പിന്നെ അതായത് അച്ചായന് 60 ഓൾക്ക് നിന്നോട് സമാധാനം അപ്പൊ അതിനെ കയറി കളിക്കണം 60. ഷീസ് മാരീഡ്, എന്തേലും ആട്ടെ, എനിക്കറിയണ്ട, വാട്ടവർ. ഞാൻ പറയുന്നത് പ്രണയമാണ്, അതിന് കണ്ണും മൂക്കും അതൊന്നും ഇല്ല, മനസ്സിലായി, അതിന് ഏജും ഇല്ല. ഇപ്പം പ്രണയിക്കുന്നുണ്ടെങ്കിൽ പ്രണയിക്കട്ടെ, വാട്ടവർ. ഓക്കെ, എനിവേസ് കൊമ്പി ബെറ്റർ എന്ന് പറയുന്നുണ്ട്. കൊമ്പിയും പക്ഷെ നിന്നെക്കാളും മൂത്തല്ലേ? എടാ ഞാൻ ഇങ്ങനെ ചുള്ളൻ ചെറുപ്പക്കാരനായി പോയി ഞാൻ എന്ത് ചെയ്യാനാ അല്ലേ റാംബോ? ഞാൻ ചുള്ളൻ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യാനാ? You are so handsome, man. ദുൽഖർ സൽമാൻ പലപ്പോഴും ആൾക്കാർക്ക് മാറിപ്പോക്കുണ്ടല്ലോ, എടപ്പള്ളി ഇറങ്ങാൻ മാറിപ്പോക്കുണ്ട്. മുണ്ടാണ്ട് ഞാൻ സായിപ്പിനെ വിട്ട് തെറി വിളിപ്പിക്കും. ആ എല്ലാം ഇട്ട് ഞാൻ സായിപ്പിനെ വിട്ട് തെറി വിളിപ്പിക്കും. വായും മൂട്ടി നിന്നോ. ബ്ലൂ ബ്ലൂ എന്ന് പറയുന്നുണ്ട്. ബ്ലൂ ബ്ലൂ വേറൊരു ഉണ്ട്. ഇവര് GT കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ. ബ്ലൂ ബ്ലൂനെ എനിക്ക് പണ്ടേ അറിയാം, ഐസ് കാൻഡി അല്ലേ, എനിക്ക് പണ്ടേ അറിയാം, അറിയാടാ. അടുത്ത എന്തിനാ എല്ലാം റീസൺ എല്ലാം നിർത്തിയിട്ട് റീസൺ ടൈപ്പ് എന്താന്ന് റീസൺ? ഏജ് ഷെയിം ചെയ്തോ? ഏജ് ഷെയിമോ? എടാ ഏജ് ഷെയിം അങ്ങനെയാണെങ്കിൽ നമ്മള് തരത്തിന് ഡെയിലി ബോഡി ഷെയിം ചെയ്യുന്നുണ്ട്, അതിനൊന്നും നിങ്ങൾക്ക് എല്ലില്ലേ? അതിനൊന്നും എല്ലില്ലേ? എടാ ഇത് ഏജ് ഷെയിം എന്നല്ല, പെട്ടെന്ന് 29 കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ഇതായി, ഞാൻ ഷോക്കായി. എന്റെ എക്സൈറ്റ്മെന്റ് ഞാൻ കാണിച്ചു, അത്രേ ഉള്ളൂ. അത് ഓം ഇതാക്കുന്നുണ്ടെ ആക്കട്ടെ, വാട്ടവർ, അത് വിട്. ഓക്കെ, എനിവേസ് മെൽവിൻ ബാക്ക്ഗ്രൗണ്ടിൽ പണിയെടുക്കല് പാവം. ആ എടുത്തോ, ആയോ? അപ്പൊ മെൽവിൻ ബാക്കിൽ നിങ്ങളിങ്ങനെ അധികം മുഖം മുട്ടിച്ച് നിൽക്കണ്ട, അതിന്റെ ഇറങ്ങും. സേ സോറിയോ? എടാ സോറി, നിന്റെ അമ്മായിനെ ഞാൻ ഇതാക്കി, അല്ല സോറി, നിന്റെ പെണ്ണിനെ ഞാൻ ഇതാക്കിയത് സോറി. എടാ ഞാൻ അവളെ മോശമായിട്ട് ഒന്നും പറഞ്ഞില്ല. എടാ അമ്മായി എന്ന് പറഞ്ഞാൽ നിന്നെക്കാൾ ഏജ് കൂടുതലുണ്ടല്ലോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, അത് വാട്ടവർ, അതിന് അങ്ങനെ എനിക്ക് ഫീൽ ആയി, എനിക്ക് സോറി. ഓക്കെ, ഓളയും കെട്ടി താര, ഐ ആം റിയലി സോറി. ഞാൻ എന്റെ ഫ്രണ്ടിന് പെട്ടെന്നൊരു ഇല്ല, ഞാൻ പറയുന്നില്ല, പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഞാൻ ഇതായിപ്പോയി, ഷോക്കായി, എക്സൈറ്റഡ് ആയി, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഐ എം റിയലി സോറി താര. ഓക്കെ, സെറ്റല്ല? ഇനിയിപ്പോ അല്ല, ഞാൻ നിന്റെ പെണ്ണിനോട് ഞാൻ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയല്ലോ, നിന്റെ വേറൊരുത്തന്റെ പെണ്ണിനോട് സംസാരിക്കുന്നത് വളരെ മോശമാണ് ഷമീറ. വേറൊരുത്തന്റെ പെണ്ണിന്റെ പക്ഷെ കാണാൻ കൊള്ളാണ് അവള്, നല്ല. മെസ്സേജ് അൺസെൻഡ് ചെയ്തിട്ടില്ല, നല്ല കാണാൻ നല്ല രസമുണ്ട്.
പറയുമ്പോ എന്തോ എല്ലാ കല്യാണം ഞങ്ങൾക്ക് കുഴപ്പമില്ലടാ, ഓള എന്റെ ജീവനാ. ശരിക്കോ? അങ്ങനെയാണ് നീ വിളിക്ക്. അങ്ങനെയാണ് ആകുമ്പോ എല്ലാവരും എന്റെ കൂടെ ഉണ്ട്. ഞാൻ കേട്ട് ഇപ്പൊ പറയണതാ 2 ദിവസം കഴിയുമ്പോ ഇവ മാറ്റി പറയും. കഴിഞ്ഞവിടെ അന്നൊരു ഹിന്ദിക്കാരി ഓൺലൈനിൽ പരിചയപ്പെട്ട ഓർമ്മയില്ലേ? സ്വത്താണ് മുത്താണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നിട്ട് എന്തായി? അവസാനം അവള് ബ്ലോക്കും ചെയ്തിട്ട് പോയി. ഭൂമിയോ ഇതെന്താ? കൊറേ പെണ്ണുങ്ങളെ പേര് പോയട്ടെ. മതി അടുത്ത പരിപാടി